ഹലോ ഗൈസ്, ഞാനിപ്പം PW ഓഫീസിലേക്ക് പോവാണ് വിവരാവകാശ രേഖ കൊടുക്കാനായിട്ട്. അപ്പം അത് കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താണോ ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നാട്ടിൽ എന്നെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് അത് ജനങ്ങളെയും കാണിക്കണം. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയണമല്ലോ. ഞാൻ ഈ വിഷയമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയത് ആരെയും തോൽപ്പിക്കാനോ ആരോടുള്ള വൈരാഗ്യത്തിനുമല്ല. ഇത്രയും കാലമായിട്ട് നമുക്ക് നിഷേധിച്ചിരുന്ന റോഡിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് റോഡ് വേണം, റോഡ് കിട്ടിയേ തീരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എനിക്ക് ആരോടോ എനിക്ക് വൈരാഗ്യകരമുണ്ട്. നമുക്ക് കിട്ടേണ്ട റോഡ് കിട്ടണം. ഇത്രയും നാൾ തടഞ്ഞു വെച്ചു, ഇത്രയും നാൾ നമ്മൾ തടഞ്ഞു. ഇനിയും ആ തുടർന്ന് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു തുടങ്ങി. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വിവരാവകാശം വെച്ച് കൊടുക്കാം. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താണോ അപ്പോൾ അറിയാമല്ലോ. വിവരാവകാശം കിട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അറിയാമല്ലോ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. നമ്മളോട് ഇവർ പറയുന്നത് മൊത്തം ശരിയാണോ അതോ കള്ളമാണോ നമുക്കപ്പോൾ അറിയാമല്ലോ. നോക്കാം. ഇവിടെ BSNL ഓഫീസിൻ്റെ അവിടെയാണ് PWD ഓഫീസ് അസിസ്റ്റൻറ്റ്. അപ്പം നമുക്ക് അത് പോയി കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് കാണാം. ഏകദേശം ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. PWD റെസ്റ്റ് ഹൗസ് ഇതാണ് PW ഓഫീസ്. അപ്പോൾ നമുക്ക് കാണാൻ തോന്നുന്നു എല്ലാവർക്കും. ഈ PWD ഓഫീസിൽ പോയി നമുക്ക് ഇത് കൊടുത്തിട്ട് വരാം. കുറേ പേര് എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതാ കണ്ടു. ഞാൻ അവിടെ ഇത് വിവരാവകാശം കൊടുക്കാൻ വന്നേക്കാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഓഫീസിൽ വിവരാവകാശം കൊടുത്തതിന് ശേഷം കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം കൊടുത്തിറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ പ്രൈവസി, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. പിന്നെ ഒരു ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിൽ കയറി അങ്ങനെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം യോജിക്കൊണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പിന്നെ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. മെയിനായിട്ട് അവിടെ പ്രൈവസി മാനിച്ച് നമ്മളത് ശരിയല്ലല്ലോ. അങ്ങനെ ഓഫീസിൽ കയറി അങ്ങനെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയല്ല എന്ന് തോന്നൽ കൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തെളിവ് കാണിക്കാം. എനിക്ക് അവിടെ നിന്ന് അതിൻ്റെ പാർട്ടിസിപ്പിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തു. അതിൻ്റെ തെളിവ് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും തീർച്ചയായിട്ടും. ഹായ്, നമസ്കാരം. അപ്പം ഞാൻ പോയി വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളെ തെളിവ് കാണിക്കാമെന്നും പറഞ്ഞിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. തെളിവ് കാണിക്കാം. അപ്പം ഞാനിന്ന് ഒരു 12:20 ആയപ്പോഴത്തേനും ഏകദേശം ഞാൻ ആ സമയത്ത് ഇവിടെ ചെന്നു. PWD ഓഫീസിൽ ചെന്നിരുന്നു. രേഖ ഞാൻ അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പ് എന്നോട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ TS നമുക്ക് ഇത്ര നാളും ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് TS സൈൻ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. TS ഇന്ന് 26/2/26 ഉച്ചയ്ക്ക് 12 മണി കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിക്ക് TS സൈൻ ചെയ്ത് ഫയൽ പോയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 26-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് TS സൈൻ ചെയ്ത് ഫയൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത നടപടി ടെൻഡർ വിളിക്കുക എന്നുള്ളതാണ്. ആ ടെൻഡർ വിളിക്കേണ്ടത് ഇനി ഇവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനായിട്ട് MLA പ്രപ്പോസ് ചെയ്യണം, പ്രപ്പോസൽ വെക്കണം. പിന്നെ അതിന് ഭരണാനുമതി ലഭിക്കണം, ഫണ്ട് അനുവദിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രഷറും കാര്യങ്ങളും ഇനി ഇവരുടെ ഇതുപോലെ ഇരിക്കും. എത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും ഇനി കാര്യങ്ങളൊക്കെ മുമ്പോട്ട്. അതിനി എത്ര നാൾ വൈകും, എത്ര നാൾ വൈകിക്കും ഇവരൊക്കെ കൂടിയെന്ന് അറിയത്തില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷന് മുമ്പേ തന്നെ അതിൻ്റെ പണി തുടങ്ങി വെക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അങ്ങനെ പണി തുടങ്ങട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റോഡ് റെഡി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര നാളും ഇരു പാർട്ടിക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് TS സൈൻ ചെയ്ത് കിട്ടിയില്ല എന്നായിരുന്നു. അപ്പോൾ ഏതായാലും TS സൈൻ ചെയ്ത് ഫയൽ പോയി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം നടപടികൾ പെട്ടെന്ന് ഇനി മുമ്പോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ടെൻഡർ വൈകിപ്പിക്കാതിരുന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റോഡ് പണി തുടങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ കൊടുത്ത എന്താ പറയണ്ടേ വിവരാവകാശ രേഖ ഞാൻ ഇന്ന് കൊടുത്തത്. അപ്പം ഇത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയം, PWD
PW റോഡ് ഭാഗം കണ്ണൂർ. ഇതാണ് അവിടുത്തെ അഡ്രസ്സ്. ഇതെൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൊടുത്ത സബ്ജക്റ്റ് ആണിതൊക്കെ. പിന്നെ ഇത് അവിടെ നിന്ന് റിസീവ് ഓൺ 26/06/2006 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ PWD റോഡ് സെക്ഷൻ തളിപ്പറമ്പ. അപ്പം ഇത് അവരവിടുന്ന് സ്വീകരിച്ചതിൻ്റെ സൈൻ ചെയ്ത് കാണാമെന്ന് വിശ്വസിക്കുന്നു. സൈൻ ചെയ്ത് തന്നതാണ് അവിടുന്ന് സ്വീകരിച്ചതിൻ്റെ. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്, കൊടുത്തു എന്നുള്ള തെളിവാണിത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടുകാരൻ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വിവരാവകാശ രേഖ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എന്താണെന്നറിയാൻ നമുക്ക് കഴിയുന്നൊരു മാർഗ്ഗം വിവരാവകാശ രേഖ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 25 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടും. ഇതിൻ്റെ ഞാൻ ചോദിച്ച ഇത്രയും കാര്യങ്ങളുടെ ആൻസർ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ അപ്പോഴും ആ കിട്ടുന്ന ആൻസർ നിങ്ങൾ അപ്പോഴും ഞാൻ കാണിക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് ശുപാർശകളൊക്കെ പോട്ടെ, പ്രപ്പോസലും കാര്യങ്ങളൊക്കെ പോട്ടെ. എത്രയും പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഭാഗത്തുനിന്ന് ഇനി റോഡ് പണിക്ക് പോകേണ്ട കാര്യങ്ങൾ ഇനി സർക്കാരും MLA ഒക്കെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി വെക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇലക്ഷന് മുന്നേ തന്നെ ഇതിൻ്റെ പണി തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പം എന്താ പറയണ്ടേ, ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇവർ ലാഗടിച്ചാൽ മാത്രമേ റോഡ് പണി ലാഗാവുള്ളൂ. ഇവരെത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചടപടയെന്ന് പറഞ്ഞ കാര്യം നടക്കും. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നടപടി നടട്ടെ, റോഡ് പണി തുടങ്ങട്ടെ. അപ്പം അതിന് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഇനി ഇവർ ലാഗ് ചെയ്യോ ഇല്ലയോ നമുക്കറിയത്തില്ല, നോക്കാം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഈ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ മുതൽ ഞാൻ ചിലർക്ക് അറിയത്തില്ല ഞാൻ ഈ റോഡിൻ്റെ കാര്യം എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ഈ റോഡിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നലെയല്ല, മിനിങ്ങാന്നല്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് സംസാരിച്ച് തുടങ്ങിയത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ഈ റോഡിൻ്റെ കാര്യങ്ങൾ നേരത്തെ സംസാരിച്ച് തുടങ്ങിയത്. അന്നൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വാക്കുകളൊന്നും ആരും കേട്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് എല്ലാവരും ശ്രദ്ധിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് ഇടപെട്ടുവെന്ന് ആൾക്കാർ പലരും അറിയുന്നത്. അവർ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിൻ്റെ കാര്യം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അല്ല, ഞാൻ നേരത്തെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകളാരും ശ്രദ്ധിച്ചിട്ടില്ല, കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏതായാലും ഇനി റോഡിൻ്റെ പണികൾ പെട്ടെന്ന് നടക്കട്ടെ. എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നാടിന് റോഡ് സമർപ്പിക്കാൻ സാധിക്കട്ടെ. നമ്മൾ നാട്ടുകാർ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ റോഡ്, നല്ല റോഡ് നമുക്ക് ലഭ്യമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റോഡ് കിട്ടാൻ. അപ്പം താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.